ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഫീതേഴ്സ് ഇൻ വണ്ടർലാൻഡ്. കുറേ നാൾക്ക് ശേഷം ഞാൻ പുതിയൊരു കാർട്ടൂണുമായിട്ടാണ് വന്നിരിക്കുന്നത്. സ്ട്രോബെറി ഷോർട്ട് കേക്ക് ബെറി ബിറ്റ് അഡ്വഞ്ചേഴ്സ്. ഈ കാർട്ടൂൺ ആരെങ്കിലും കൊച്ചു ടി വി കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റിൽ പറയണം കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ കാർട്ടൂണിലെ കുറച്ച് ക്യാരക്ടേഴ്സിനെ പരിചയപ്പെട്ടാലോ. ബ്ലൂബെറി, സ്ട്രോബെറി, ചെറി, റസ്ബെറി, പ്ലം, ഓറഞ്ച്, ലെമൺ. പിന്നെ ഇവരുടെ പെറ്റ്സ്. പിന്നെയുള്ളത് ഒരു മണ്ണിര പോലത്തെ നമുക്ക് അങ്കിളെന്ന് വിളിക്കാം. പിന്നെ സ്മോൾ സൈസിലുള്ള സ്ട്രോബെറീസ് നമുക്ക് കുട്ടീസ് എന്നും വിളിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ബ്ലൂബെറിയെയാണ് കാണിക്കുന്നത്. നിങ്ങൾ പെട്ടെന്ന് വളരണം, നിങ്ങളിലെ പൂക്കളെ കാണാൻ എനിക്ക് ആഗ്രഹമായി എന്നെല്ലാം ബ്ലൂബെറി പറയുമ്പോൾ അവിടേക്ക് ഒരു ഹായ് പറഞ്ഞു വരികയാണ് നമ്മുടെ സ്ട്രോബെറി. നീ ഇവിടെ എന്താ ചെയ്യുന്നത്? എൻ്റെ ഗാർഡനിലെ ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇവ പെട്ടെന്ന് വളരും, അതുപോലെ തന്നെ വലിയ പൂക്കളും ഉണ്ടാകും. ഇവരിങ്ങനെ സംസാരിച്ച് പിന്നീട് ബ്ലൂബെറിയുടെ ലൈബ്രറിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ ചെടിയെ വീണ്ടും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അവ വീണ്ടും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ലൈബ്രറിയിൽ നിന്നും മഫിൻ കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പി ബുക്കുമായി സ്ട്രോബെറി തൻ്റെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ ചെന്ന സ്ട്രോബെറി ആ ബുക്കിൽ എങ്ങനെയാണോ എഴുതിയിട്ടുള്ളത് അതേ ചേരുവകൾ എടുത്ത് മഫിൻ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി. അവസാന സ്റ്റെപ്പ് എന്നാണ് മഫിൻ കേക്ക് തൻ്റെ ഓവനിൽ വെച്ച് കാത്തു നിൽക്കുകയാണ്. എന്നാൽ ഓവനിൽ നിന്നും ചില ശബ്ദങ്ങൾ വരുന്നു. എന്തോ ഓവൻ പൊട്ടിത്തെറിക്കുന്നത് പോലെ. ഇത് കേട്ട് സ്ട്രോബെറിയുടെ ഫ്രണ്ട്സുകളെല്ലാം വീട്ടിലേക്ക് വരികയാണ്. എന്തു പറ്റി സ്ട്രോബെറി? എന്താണ് ഈ ശബ്ദം? എവിടുന്നാണ് ഈ ശബ്ദം എന്നെല്ലാം ചോദിക്കുമ്പോൾ സ്ട്രോബെറി ഓവൻ കാണിച്ചു കൊടുക്കുന്നു. ഞാൻ ആ ചേരുവകൾ നോക്കി കൃത്യമായി ഉണ്ടാക്കിയതാണല്ലോ. ഇത് എന്തു പറ്റി? പെട്ടെന്നായിരുന്നു ഭും. ഓവൻ തുറന്ന് ആ കേക്ക് പൊട്ടിത്തെറിച്ചു. വീട് ആകെ അലങ്കോലമായി. എല്ലാവരും ചേർന്ന് ഇപ്പോൾ സ്ട്രോബെറിയുടെ വീട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടെ സ്ട്രോബെറി ആ ബുക്ക് പരിശോധിച്ചിട്ട് അടുത്ത തവണ ഞാൻ തീർച്ചയായും നന്നായി ഉണ്ടാക്കും എന്ന് പറയുന്നു. ബ്ലൂബെറി തൻ്റെ തോട്ടത്തിലേക്ക് വന്നു നോക്കുമ്പോൾ തൻ്റെ ചെടി ഒന്നുകൂടെ വളർന്നിട്ടുണ്ട്. ഇവ വേഗത്തിൽ വളരുന്നുണ്ടല്ലോ. വിത്ത് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് പോലെയല്ലല്ലോ നിങ്ങളുടെ രൂപം, എന്നാലും വ്യത്യസ്തമായിട്ടുണ്ട് എന്നവൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും അതാ ഒരു ശബ്ദം. വീണ്ടും സ്ട്രോബെറിയുടെ വീട്ടിൽ നിന്ന് തന്നെ. എല്ലാവരും സ്ട്രോബെറിയുടെ വീട്ടിൽ പോയി നോക്കുമ്പോൾ വീണ്ടും അതാ ഓവൻ കുലുങ്ങിക്കൊണ്ട് ശബ്ദം ഉണ്ടാക്കുന്നു. അവരെല്ലാം ഒരു സോഫയുടെ പിന്നിൽ ഒളിച്ചിരിക്കുകയാണ്. പെട്ടെന്നായിരുന്നു ഓവൻ തുറന്നു ഭും. എന്നാൽ ഈ പ്രാവശ്യം കുറച്ച് സമാധാനിക്കാം, കാരണം ഓവൻ മാത്രം വൃത്തിയാക്കിയാൽ മതിയല്ലോ. ഇത് വളരെ അതിശയമായിരിക്കുന്നു. നമുക്കിതിനെ മഫിൻ സ്ഫോടനം എന്ന് വിളിച്ചാലോ. പ്ലം സ്ട്രോബെറിയെ കളിയാക്കുന്നുണ്ട്. ഞാൻ ഈ പ്രാവശ്യം വളരെ ശ്രദ്ധാലുവായിരുന്നു, എന്നിട്ടും വീണ്ടും പഴയതുപോലെ തന്നെ സംഭവിച്ചു. ഇത് എന്തുകൊണ്ടാണ്? എനിക്ക് തോന്നുന്നു ഈ പാചക ബുക്കിൽ എന്തോ തെറ്റുണ്ടെന്ന്. നിനക്കുറപ്പാണോ? എനിക്കുറപ്പാണ്, കാരണം ഞാൻ ഇത്രയും ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടും ഇത് വീണ്ടും നാശമായിരിക്കുകയാണ്. അടുത്ത പ്രാവശ്യം ഞാൻ എൻ്റെതായ ചേരുവകൾ ചേർത്ത് ഉണ്ടാക്കും. അത് എൻ്റെ റെസിപ്പി ആയിരിക്കും. ബ്ലൂബെറിക്കെന്നാൽ ഇതിലൊന്നും യോജിക്കുന്നില്ല. നീ എൻ്റെ തോട്ടത്തിലേക്ക് വരുന്നു? തീർച്ചയായും. അവർ ബ്ലൂബെറിയുടെ തോട്ടത്തിൽ പോയി ആ ചെടികൾ കാണുകയാണ്. ഇപ്പോഴാണ് ആ ചെടികൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അത് കോണാണ്. ഇത് കണ്ട സ്ട്രോബെറി, ബ്ലൂബെറി നിനക്കുറപ്പാണോ ഇത് ഡേസികൾ തന്നെയാണെന്ന്? കാരണം ഇത് വ്യത്യസ്തമായിട്ടുണ്ട്. അതെ, എനിക്കുറപ്പാണ്, കാരണം വിത്ത് പാക്കറ്റിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട് ഇത് ഡേസികളാണെന്ന്. എന്നാൽ സ്ട്രോബെറിക്ക് അത് അത്ര വിശ്വാസമാകുന്നില്ല. ബ്ലൂബെറിക്കും ഒരു ചെറിയ സംശയം ഉണ്ടാകുന്നു. അവൾ ബെറി കുട്ടീസിനോട് അത് ചെക്ക് ചെയ്യാൻ പറയുന്നു. അവരും അത് നോക്കിയിട്ട് ഇത് കോണാണ് എന്ന് പറയുന്നു. എന്നാൽ ബ്ലൂബെറിക്ക് ആകെ വിഷമമായി, കാരണം താൻ കുറേ വെള്ളവും കുറച്ച് വെള്ളവും ആവശ്യത്തിന് സൂര്യപ്രകാശവും എല്ലാം നൽകി ഡേസികൾ വളർത്താൻ നോക്കിയപ്പോൾ ഒരു കോണാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുട്ടീസ്, നീ വളരെ നന്നായി തന്നെയാണ് ഈ ചെടികളെ പരിപാലിച്ചത്, അത് ഞങ്ങൾക്കറിയാം. ഇത് നല്ലൊരു ധാന്യമാണ്, ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടില്ല എന്നെല്ലാം പറഞ്ഞ് കുട്ടീസ് അവിടെ നിന്നും അവളെ സമാധാനിപ്പിച്ചിട്ട് പോകുന്നു. അപ്പോൾ അവിടേക്ക് വന്ന സ്ട്രോബെറി, ഞാൻ പറഞ്ഞത് ശരിയല്ലേ, ഇതൊരു കോണല്ലേ എന്ന് പറയുമ്പോൾ ബ്ലൂബെറിയും അതെ, എന്നാൽ വിത്ത് പാക്കറ്റിൽ കൃത്യമായി ഇത് ഡേസികളാണെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ട്രോബെറി പറയുകയാണ്, എൻ്റെ പാചക ബുക്കിൽ ചെറിയൊരു തെറ്റുണ്ടായിരുന്നു. അത് എന്താണെന്ന് വെച്ചാൽ മഫിൻ കേക്കുകൾക്ക് ഒരുപാട് ബേക്കിംഗ് സോഡ ആവശ്യമില്ല, ഒരു സ്പൂണേ ആവശ്യമുള്ളൂ. അത് ഞാൻ കൃത്യമായി പരിശോധിച്ച് ഉണ്ടാക്കിയപ്പോൾ എൻ്റെ മഫിൻ കേക്കുകൾ ശരിയായി. ഇത് ഞാൻ ബുക്ക് എഴുതിയ ഓതറിന് അയച്ചു കൊടുത്തു. അയാളും അയാളുടെ തെറ്റ് മനസ്സിലാക്കി തിരിച്ചെനിക്ക് കത്തയച്ചു തന്നു. എന്നിട്ട് തിരുത്തി എഴുതിയ ഒരു റെസിപ്പി ബുക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. ഞാൻ പറയുകയാണ്, ഇത് തീർച്ചയായും നിന്റെ തെറ്റല്ല, ആ വിത്ത് പാക്കറ്റിൽ കൊടുത്തതിൻ്റെ തെറ്റാണ് എന്ന് പറഞ്ഞ് താൻ ശരിയായി ഉണ്ടാക്കിയ മഫിൻ കേക്കുകൾ ബ്ലൂബെറിക്ക് നൽകിയിട്ട് സ്ട്രോബെറി അവിടെ നിന്നും പോകുന്നു.
പിന്നീട് രാത്രി ബ്ലൂബെറി ആ വിത്ത് പാക്കറ്റിൽ എഴുതിയിട്ടുള്ള നമ്പറിലേക്ക് വിളിക്കുകയാണ്. ഡേസി ചെടികൾ എന്ന് എഴുതിയ വിത്ത് പാക്കറ്റ് വാങ്ങി ഞാൻ പാകിയപ്പോൾ എനിക്ക് ലഭിച്ചത് കോണാണ്, എന്തുകൊണ്ടാണ് എന്നെല്ലാം ചോദിക്കുമ്പോൾ അവർ ഡേസി ചെടികളെ പറ്റി പറയുകയാണ്. ബ്ലൂബെറി എന്നാൽ വിട്ടുകൊടുക്കുന്നില്ല, തീർച്ചയായും അത് കോണ് തന്നെയാണ്. എന്തോ ശബ്ദം കേട്ട് ബ്ലൂബെറി പുറത്തേക്ക് പോയി നോക്കുമ്പോൾ കാറ്റിൽ വളരെ ഭീകരമായി ആടുകയാണ് ആ കോൺ ചെടികൾ. പെട്ടെന്ന് അവളുടെ ഫോൺ പുറത്തേക്ക് തെറിച്ചു പോകുന്നു. അതേടുത്ത് അവൾ കേട്ടു നോക്കുമ്പോൾ അവർ പറയുകയാണ്, സോറി മാം, ഞങ്ങളോട് ക്ഷമിക്കണം. ചിലപ്പോൾ വിത്ത് പാക്കറ്റിൽ വിത്തുകൾ തമ്മിൽ മാറിപ്പോയിട്ടുണ്ടാകും. ചിലപ്പോൾ അത് കോണാണ്. ഞങ്ങൾ ചില പരീക്ഷണത്തിലായിരുന്നു. കോൺ ചെടികൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും, ഒരു പടക്കം പോലെ. അതിന് ഞങ്ങൾ പേരിട്ടു പോപ്കോൺ. ഇതെല്ലാം കേട്ട് ബ്ലൂബെറി ആകെ പേടിക്കുന്നു. അവൾ ആ കോണുകളെ നോക്കി ഭയപ്പെടുകയാണ്. പിന്നീട് അവൾ കോൾ കട്ട് ചെയ്തതും പാകമായ കോണുകൾ അതിഭീകരമായി താഴേക്ക് വീഴാൻ തുടങ്ങി. ഈ ശബ്ദം കേട്ട് അവിടേക്ക് അവളുടെ കൂട്ടുകാരെല്ലാം വരുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ സ്ട്രോബെറി പറയുകയാണ്, ബ്ലൂബെറി പറഞ്ഞു ഈ കോണുകൾ പൊട്ടിത്തെറിക്കും, ഒരു പടക്കം പോലെ. അത് നമ്മുടെ ജീവനു തന്നെ ആപത്താണ്. അതുകൊണ്ട് ഇതിനെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. അങ്ങനെ അവർ ചർച്ച ചെയ്യാൻ തുടങ്ങി. ചർച്ചക്കൊടുവിൽ അവർ ഒരു തീരുമാനമെടുത്തു. ഈ കോണുകൾ നമുക്ക് ഒരു കയറിൽ കെട്ടി ഗ്രാമത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാം. പിന്നീട് ആപത്തൊന്നും ഉണ്ടാകില്ലല്ലോ. അങ്ങനെ അവർ കയറുകൾ കെട്ടി കോണുകൾ വലിച്ചു കൊണ്ടുപോകാൻ തുടങ്ങി. പട്ടണത്തിലേക്ക് ഒരുപാട് ദൂരമുള്ളതിനാൽ അവർ ഒരുപാട് നേരം നടക്കേണ്ടി വന്നു. എന്നാൽ പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. ബ്ലൂബെറും സ്ട്രോബെറും പിടിച്ചിരുന്ന കോണ് താഴേക്ക് ഉരുണ്ടു വീഴാൻ തുടങ്ങി. പെട്ടെന്നത് ഒരു വലിയ കുഴിയിലേക്ക് വീണു. ഒപ്പം സ്ട്രോബെറിയും ബ്ലൂബെറിയും മറ്റുള്ളവർ അവരെ അന്വേഷിച്ച് നടക്കുകയാണ്. എന്നാൽ അവർ ഈ കുഴിയിലാണ് വീണതെന്ന് അവർക്കറിയില്ല. ഇത്രയും ആഴമുള്ള കുഴിയിൽ നിന്നും എങ്ങനെ പുറത്തേക്ക് കടക്കുമെന്ന് അവർക്ക് യാതൊരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല. അവിടെയാണെങ്കിൽ ചൂടുള്ള നീരുറവയുടെ ആവി പുറത്തേക്ക് വരികയാണ്. എങ്ങനെ രക്ഷപ്പെടാനാണ്? നമ്മളെടുത്ത് ഒരു മാർഗവുമില്ലല്ലോ. ഇവിടെയാണെങ്കിൽ ചൂടുള്ള നീരാവിയാണ് പുറത്തേക്ക് വരുന്നത്. ചൂട് അസഹനീയമാണ്. മാത്രവുമല്ല എനിക്ക് വിശക്കുന്നുമുണ്ട്. നമ്മുടെ കയ്യിലാണെങ്കിൽ അങ്ങനെയുള്ളതൊരു കോൺ മാത്രം. പെട്ടെന്നാണ് അവർക്കൊരു ഐഡിയ തോന്നിയത്. ഈ കോൺ നേരെ വെച്ച് ഇതിന്റെ മുകളിൽ കയറി പോയാലോ? അങ്ങനെ അവർ കോണിന്റെ പുറത്ത് കയറാൻ തുടങ്ങി. എന്നാൽ നീരാവിയുടെ ജലാംശം കാരണം അവർക്ക് ശരിക്കും പോലെ കയറാൻ കഴിയുന്നില്ല. ആ നീരാവി വരുന്നത് തടഞ്ഞിരുന്നെങ്കിൽ ബ്ലൂബെറിക്കാണെങ്കിൽ നല്ല വിശക്കുന്നുണ്ട്. അപ്പോഴാണ് സ്ട്രോബെറിക്ക് ഒരു ഐഡിയ തോന്നിയത്. ഈ കോണിലെ ഒന്ന് എടുത്ത് നമുക്ക് ആ നീരാവി വരുന്ന ഭാഗത്ത് വെച്ചാലോ, ചിലപ്പോൾ അത് പോപ്കോൺ ആകും. നമുക്കത് തിന്നുകയും ചെയ്യാം. നല്ല ഐഡിയ ആണ് സ്ട്രോബെറി. അങ്ങനെ അവർ അതുപോലെ തന്നെ ചെയ്തു. അങ്ങനെ രുചികരമായ ഒരു പോപ്കോണും കിട്ടി. അത് തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ബ്ലൂബെറിക്ക് ഒരു ഐഡിയ തോന്നിയത്. നമുക്കെന്തുകൊണ്ട് ഈ കോണിലെ എല്ലാ ധാന്യവും ഇതിലിട്ട് പോപ്കോൺ ആക്കി മുകളിലേക്ക് പോയിക്കൂടാ? അങ്ങനെ അവർ എല്ലാ ധാന്യവും പോപ്കോൺ ആക്കി അതിൻ്റെ മുകളിൽ കയറി കുഴിയിൽ നിന്നും പുറത്തേക്ക് വന്നു. ഈ ശബ്ദം കേട്ട് അവിടേക്ക് വന്ന കൂട്ടുകാർ കാണുന്നത് പോപ്കോണിന്റെ മുകളിൽ വരുന്ന സ്ട്രോബെറിയെയും ബ്ലൂബെറിയെയുമാണ്. അവരെല്ലാവരും അത്ഭുതപ്പെട്ടു. അപ്പോൾ സ്ട്രോബെറി, എന്നാൽ നമുക്കൊരു പോപ്കോൺ പാർട്ടി നടത്തിയാലോ? അങ്ങനെ അവിടെയുണ്ടായിരുന്ന പോപ്കോണുകൾ എടുത്തു വരികയാണ് നമ്മുടെ കൂട്ടുകാർ. എന്നിട്ട് ഒരു പോപ്കോൺ പാർട്ടിയും നടത്തുന്നുണ്ട്. അടിപൊളി പാട്ടാട്ടോ പാടുന്നത്. ഇങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങോട് കൂടി ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡുമായി വരുന്നത് വരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.